തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കോയമ്പത്തൂർ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത്. പുനലൂർ സ്വദേശി പ്രസാദിനും മറ്റ് രണ്ടുപേർക്കും പരിക്കേറ്റു. സംഭവത്തിൽ ബീഹാർ സ്വദേശി സുരാജിനെ പോലീസ് പിടികൂടി. അരുൺരാജ് കൊല്ലത്തും ചെയ്യുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? പുനലൂർ സ്വദേശികളും ഈ കൊല്ലപ്പെട്ട ആളും തമ്മിൽ പരിചയക്കാരായിരുന്നു. എപ്പോഴാണ് സംഭവം? സുഹൈൽ, എന്തിനാണ് ഈ കത്തിക്കുത്തുണ്ടായതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. പാലരുവി എക്സ്പ്രസിൽ പുനലൂരിലേക്കുള്ള യാത്ര ചെയ്യാനിരിക്കെയാണ് കൊല്ലം സ്വദേശിക്കടക്കം കുത്തേറ്റത്. കൊല്ലം സ്വദേശിയും അതുപോലെ തന്നെ പുനലൂർ സ്വദേശിയായ പ്രസാദിനും മറ്റു രണ്ടുപേർക്കുമാണ് കുത്തേറ്റിട്ടുള്ളത്. ഈ ബീഹാർ സ്വദേശിയായ സുരാജിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കോയമ്പത്തൂർ സ്വദേശി തങ്കപ്പന്റെ മരണമാണ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട റെയിൽവേ പോലീസും അതുപോലെ തന്നെ തിരുനെൽവേലി പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇരുവർക്കുമിടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നീ കാര്യങ്ങളിലും പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തിരുനെൽവേലിയിൽ വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പോലീസിനുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കത്തിക്കുത്തുണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പുനലൂർ സ്വദേശികളായ യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് കത്തിക്കുത്ത്, എന്തിനാണ് ഈ ആക്രമണം എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.